മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നിഫ്റ്റി സംബന്ധിച്ചിടത്തോളം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു മിക്സഡ് ആയിട്ടുള്ള വ്യൂ ആണ് കാണുന്നത്. നിഫ്റ്റി ഇൻഡെക്സ് ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലേക്ക് ട്രേഡ് ചെയ്യുന്നു. ബാങ്ക് നിഫ്റ്റി വീണ്ടും ഒരു സർവ്വകാല ഉയരം തിരുത്തി കുറിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ വലിയൊരു റാലി നമ്മൾ കണ്ടതാണ്. ആ ഒരു റാലി ഇനിയും മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യത എത്രമാത്രമാണ്? തീർച്ചയായിട്ടും നിഫ്റ്റിയില് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള വ്യൂ ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളത് പറഞ്ഞിരുന്നു, ബാങ്ക് നിഫ്റ്റി എസ്പെഷ്യലി തമ്മിൽ പോസിറ്റീവ് ആണ് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഇപ്പോഴും നമ്മൾ പറയുന്നു, കഴിഞ്ഞ 3 ദിവസവും കണ്ടിന്യൂസ് ആയി നമുക്ക് റാലി തന്നു. അത് നല്ലൊരു റാലി തന്നിട്ടുള്ള നിഫ്റ്റിയിൽ ഇന്ന് കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതും അത് മുകളിലോട്ട് പോയിട്ടാണ് ബാക്കി പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത്. അത് ഞാൻ ചില സമയങ്ങളിൽ ഞാൻ പറയാറില്ല, ഹെൽത്തി ആയിട്ടുള്ള ചില പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വളരെ നല്ലതാണ്. നമ്മളെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കുറച്ച് ഇന്ധനം നിറയ്ക്കുന്ന രീതിയിലുള്ള ഒരു മൂവ്മെന്റ്സ് ആണ് ഇന്ന് രാവിലെ തന്നെ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ഒരു സ്റ്റാർട്ടിങ് വളരെ നല്ലതാണ്. ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആളുകളെ സംബന്ധിച്ചുള്ള ഒരു സാച്ചുറേഷൻസോ കാര്യങ്ങളോ ഇമോഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്ലേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മൂവ്മെന്റ്സിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോസിറ്റീവ് എന്ന് പറയുന്നത്. കാരണം ഇതിലൊരു ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു 25,400 ലെവലിലേക്കൊക്കെ വരികയാണെങ്കിൽ അത് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കും. അവിടെ നിന്ന് അടുത്ത് നിഫ്റ്റി 25,700 പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു മൂവ്മെന്റ്സ് ആയിരിക്കും ഇപ്പോൾ ഇമ്മീഡിയറ്റ് 1-2 ദിവസം കൊണ്ട് നടക്കുക എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓവർ ടു എല്ലാ മേഖലയിൽ നിന്നുള്ള ചെറിയ ചെറിയ പാർട്ടിസിപ്പേഷൻസ് കിട്ടുന്നുണ്ട്. ബട്ട് ചില മേഖലകൾ അല്ലെങ്കിൽ ചില സെക്ടേഴ്സ് വളരെയധികം പോസിറ്റീവാണ്. അതിലൊന്നാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റി. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി ഇപ്പൊ നമ്മൾ കണ്ടായിരുന്നു പ്രോഫിറ്റ് ബുക്കിംഗ് ഇപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് അത്രത്തോളം വന്നിട്ടില്ല. ഈ ഒരു വലിയൊരു മൂവ്മെന്റ്സ് വന്നതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതില് നമുക്ക് കാണാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 57,000 എന്ന് പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാവുന്ന ഒരു നോർമൽ ഏരിയ ആണ്. ദെൻ അവിടെ നിന്ന് വീണ്ടും പോവുകയാണെങ്കിൽ 58,000 പോകുന്നത്. ഈ ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വളരെയധികം പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു ചെറിയ ചെറിയ ആക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് വീണ്ടും ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ ബയേഴ്സ് വരാനുള്ള സാധ്യതയാണ് ഇതിൽ കാണുന്നത്. അതായത് റീട്രേഡ് ബൈ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ച് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രോസസ്സ് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യും. നമുക്ക് ഇമീഡിയറ്റ് പറയാൻ പറ്റുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 58,000 ആണ്. അപ്പോൾ രണ്ട് ഇൻഡെക്സുകളും പോസിറ്റീവ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്റ്റിൽ കണ്ടിന്യൂ ഓൺ പോസിറ്റീവ് ആയിരിക്കുകയും ചെയ്യും. ഇടയ്ക്കുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മളെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണെന്ന്